ഏറ്റവും ആദ്യം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്ത് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, 1 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിൽക്കും വേണം, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററിലേക്ക് നമ്മൾ എടുത്തേക്കണം ഈ മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ ബാറ്ററിലേക്ക് ചേർക്കുള്ളൂ. ഈ മുട്ടയുടെ യോക്കും കൂടിയിട്ട് ഈ 3 മുട്ടയുടെ കൂടെ ചേർക്കണം. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തിട്ടാണ് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കിസ്മിസ്, 1 ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി, 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഈ ഇതിലേക്ക് നമുക്ക് സിറപ്പ് ഉണ്ടാക്കണം. സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് വെള്ളം വേണം, 1 ഡ്രോപ്പ് റോസ് വാട്ടർ. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ കഷ്ണം കറുകപ്പട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വേണം. ലെമൺ ജ്യൂസ് നമ്മൾ ഈ സിറപ്പിലേക്ക് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര ക്രിസ്റ്റൽ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ പനീർ പെട്ടി ആക്കാന്ന്. ഞാൻ ഏറ്റവും ആദ്യം ബാറ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർക്കാം. മുട്ടയുടെ വെള്ളം ചേർക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മിൽക്ക് ചേർക്കാം. ഇത് ദോശമാവിൻ്റെ ഒരു പരുവത്തിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വെള്ളം പോലെ വേണം ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. ഈ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം മുട്ടയും പഞ്ചസാരയും ഏലക്കായും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ട ചേർക്കുക. ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത മുട്ടയുടെ യോക്കും കൂടി ചേർക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കുക. പഞ്ചസാരയ്ക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാൻ ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി ചേർക്കുക. ഇത് 3 കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുക. ഈ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം ബട്ടർ ചേർക്കുക. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കുക. കാഷ്നട്ട് ചേർക്കുക. കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇപ്പോൾ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർക്കാം. ഇപ്പോൾ കിസ്മിസ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ മിക്സ് ചേർക്കാം. ഇനി ഇത് കൊത്തി പൊരിച്ചെടുക്കണം. ഈ മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സിറപ്പ് ഉണ്ടാക്കാം. ഇനി നമുക്ക് സിറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എത്ര എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുകപ്പട്ട ചേർക്കാം. ഇപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ വെള്ളവും നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഏലക്കായുടെ പൊടി ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സിറപ്പ് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു പനീർ പെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പാൻ കേക്ക് വേണം. ഒരു പാൻ കേക്ക് കുറച്ച് ചെറുതായിരിക്കണം, അതിലും കുറച്ചും കൂടി വലുതായിരിക്കണം രണ്ടാമത്തെ പാൻ കേക്ക്. നമുക്ക് ഏറ്റവും ആദ്യം ഒരു ചെറിയ പാൻ കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്.
ഞാൻ ഈ സ്പൂണിൽ 3/4 സ്പൂണാണ് ബാറ്ററി എടുത്തേക്കുന്നത്. അടുത്തത് ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ 1 സ്പൂൺ വെച്ചിട്ടുണ്ടാക്കുക. ഈ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല കനം കുറഞ്ഞ പാൻ കേക്ക് ഉണ്ടാക്കണം. ഈ പാൻ കേക്ക് നമ്മൾ മറ്റേ സൈഡ് നമ്മൾ തിരിച്ചിടരുത്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ പാൻ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് രണ്ടാമത്തെ പാൻ കേക്ക് ഉണ്ടാക്കാം. രണ്ടാമത്തെ പാൻ കേക്ക് നമുക്ക് 1 സ്പൂൺ ഫുൾ ഒഴിക്കാം. ഇപ്പോൾ രണ്ടാമത്തെ പാൻ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സിറപ്പ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഈ സിറപ്പ് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കറുകപ്പട്ടി എടുത്ത് മാറ്റണം. ഇത് നമുക്ക് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. സിറപ്പിലേക്ക് 1 ഡ്രോപ്പ് റോസ് വാട്ടർ ചേർക്കാം. ഇപ്പോൾ നമ്മുടെ പനീർ പെട്ടി ഉണ്ടാക്കാനുള്ള സിറപ്പും ഫില്ലിങ്ങും പിന്നെ പാൻ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ പനീർ പെട്ടി റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് പനീർ പെട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കിയേക്കണ ചെറിയ പാൻ കേക്ക് എടുക്കുക. ഈ പാൻ കേക്കിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ഇത് 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. 2 സൈഡിൽ നിന്നും ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇതൊരു ബോക്സ് പോലെ ഉണ്ടാക്കണം നമ്മൾ. ഇങ്ങനെ 2 സൈഡ് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ 2 അറ്റവും ഉള്ളിലേക്ക് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഈ സൈഡിൽ നിന്നും ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ ഒരു ബോക്സ് പോലെ കിട്ടും നമുക്ക്. ഇതിങ്ങനെ കമത്തിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വലിയ പാൻ കേക്ക് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വയ്ക്കാം. ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഏറ്റവും ആദ്യം ഉണ്ടാക്കി വെച്ചേക്കണ ബോക്സ് വയ്ക്കുക. ഇത് നമ്മൾ ഏറ്റവും ആദ്യം ഫോൾഡ് ചെയ്ത പോലെ ഫോൾഡ് ചെയ്യുക. ആദ്യം ഈ സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്യുക. ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഈ സൈഡും ഇങ്ങനെ തന്നെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം സിറപ്പ് ചേർക്കണം. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാവരും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമുക്ക് സിറപ്പ് ഒഴിക്കേണ്ടത്. പനീർ പെട്ടി റെഡി ആയിട്ടുണ്ട്.